ആദ്യം പ്രധാന വാർത്തകൾ. നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ സൺഷെയ്ഡ് തകർന്ന് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. അപകടം തളിപ്പറമ്പ് കുറുമാത്തൂരിൽ. മരിച്ചത് അസം സ്വദേശി റാക്കിമുള്ള. ഇരിട്ടി വള്ളിത്തോട് പുഴയിൽ കാണാതായ ആറളം ഫാം സ്വദേശിയുടെ മൃതദേഹവും കണ്ടെത്തി. സാർവജനിക ഗണേശോത്സവം, വിഗ്രഹനിമഞ്ജന ഘോഷയാത്രയുമായി വിവിധ ഗണേശ സേവാ സംഘടനകൾ. തോട്ടട അമ്മൂപ്പറമ്പിൽ ഗണപതി ഹോമവും ഗ്രാമപ്രദക്ഷിണവും. റേഷൻ കടകളുടെ കാലന്മാരായി കേരള സർക്കാരുകൾ മാറിയെന്ന് KPCC അംഗം ചന്ദ്രൻ തില്ലങ്കേരി. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് സായാഹ്ന ധർണയുമായി കോൺഗ്രസ് മുണ്ടേരി മണ്ഡലം കമ്മിറ്റി. വാർത്തകൾ വിശദമായി. തളിപ്പറമ്പിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ സൺഷെയ്ഡ് തകർന്നു വീണ് നിർമ്മാണ തൊഴിലാളി മരിച്ചു. അസം സ്വദേശി റാഖിമുള്ള എന്ന റാഖിബുള്ളാണ് മരിച്ചത്. രാവിലെ കുറുമാത്തൂർ മണക്കാടാണ് അപകടം നടന്നത്. അഗ്നിരക്ഷാസേനയെത്തിയാണ് ഇയാളെ പുറത്തെടുത്തത്. മണക്കാട് മരുതേനിത്തട്ട് ആലത്തുംകൊണ്ട് മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം മുഹമ്മദ് ഷഫീഖ് എന്നയാളുടെ പുതുതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടിന്റെ 2ാം നിലയിലെ സൺഷെയ്ഡിന്റെ വാർപ്പ് പലക നീക്കുന്നതിനിടയിൽ വാർപ്പ് ഒന്നടങ്കം അടർന്ന് റഖാക്കിമുള്ളയുടെ ശരീരത്തിലേക്ക് വീഴുകയായിരുന്നു. തളിപ്പറമ്പിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ പ്രേമരാജൻ കക്കാടിയുടെ നേതൃത്വത്തിലെത്തിയ അഗ്നിരക്ഷാസേനയാണ് സ്ലാബ് നീക്കി അകത്തു കുടുങ്ങിയ ആളെ പുറത്തെടുത്തത്. ഇരിട്ടി വള്ളിത്തോട് പുഴയിൽ കാണാതായ ആറളം ഫാം സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. 3 ദിവസത്തിനു ശേഷമാണ് അജിത്തിന്റെ മൃതദേഹം ലഭിച്ചത്. വിവിധ റെസ്ക്യൂ ടീമുകളും അഗ്നിരക്ഷാ സേനാ വിഭാഗങ്ങളും സംയുക്തമായി നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകുന്നേരം 3 മണിയോടെയാണ് അജിത് വള്ളിത്തോട് പുഴയിൽ കാണാതായത്. വിവിധ റെസ്ക്യൂ ടീമുകളും അഗ്നിരക്ഷാ സേനാ വിഭാഗങ്ങളും സംയുക്തമായി തെരച്ചിൽ നടത്തിവരികയായിരുന്നു. അടിയൊഴുക്ക് കൂടിയ പുഴയിലെ തെരച്ചിൽ ഏറെ ദുസ്സഹമായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെ ഇരിട്ടി സിവിൽ ഡിഫൻസും വള്ളിത്തോട് ഒരുമ റെസ്ക്യൂ ടീം സംയുക്ത തെരച്ചിലിനിടെയാണ് ഏകദേശം 2 കിലോമീറ്റർ താഴ്ഭാഗത്തായി കുന്നോത്ത് സ്കൂളിന് പിൻഭാഗത്ത് പുഴയിൽ ഒഴുകിപ്പോവുകയായിരുന്ന അജിത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മാറ്റിയിരിക്കുകയാണ്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ കീഴിലെ പഴശ്ശി ഡാം ഗാർഡനിൽ ഓണം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 4 വരെയാണ് ഫെസ്റ്റ് നടക്കുക. എല്ലാ ദിവസവും സാംസ്കാരിക പരിപാടികളും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 25-ന് ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ K. ശ്രീലത ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ പ്രോത്സാഹനത്തോടുകൂടി നടക്കുന്ന വിവിധ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് പഴശ്ശി ഡാം ഗാർഡന്റെ കീഴിൽ വിവിധ സാംസ്കാരിക കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നതുണ്ട്. നാടൻപാട്ടും മാപ്പിളപ്പാട്ട്, സിനിമാറ്റിക് ഡാൻസ് അടക്കമുള്ള വിവിധ കലാപരിപാടികൾ ഈ വരുന്ന 25-ാം തീയതി മുതൽ അവിടെ ആരംഭിക്കുന്നതാണ്. സെപ്റ്റംബർ 4 വരെ എല്ലാ ദിവസവും സാംസ്കാരിക പരിപാടികളാണ് ഗാർഡനിൽ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ മറ്റ് സമീപ ജില്ലകളിലെയും കലാകാരന്മാർക്ക് വേദി നൽകുന്നതോടൊപ്പം നാട്ടിലെ കലാകാരന്മാരെയും മറ്റ് പ്രതിഭാധനന്മാരെയും പരിപാടിയിൽ ഭാഗമാക്കും. ഓഗസ്റ്റ് 25 മുതൽ വൈവിധ്യമാർന്ന കലാപരിപാടികളോടൊപ്പം ജനപ്രതിനിധികളെയും സാംസ്കാരിക പ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സാംസ്കാരിക സമ്മേളനങ്ങളും നടക്കും. വാർത്താ സമ്മേളനത്തിൽ കോർഡിനേറ്റർ ദിൽന KP, PRO മൂസിൻ VP തുടങ്ങിയവർ പങ്കെടുത്തു. അഴീക്കോട് നിയോജക മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സ്കൂളിലേക്ക് പുസ്തകങ്ങൾ നൽകുന്നു. MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ വിനിയോഗിച്ച് മണ്ഡലത്തിലെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂളുകളിലെ ലൈബ്രറികളിലേക്കാണ് പുസ്തകങ്ങൾ നൽകുക. ചിറക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി കൈവരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭൗതിക അന്തരീക്ഷം മാറ്റിയെടുക്കാൻ കഴിയണം. ആ ഭൗതിക അന്തരീക്ഷം മാറ്റണമെന്ന് പറഞ്ഞാൽ പോരാ, അതിനുവേണ്ടിയുള്ള പണം ചെലവഴിക്കാൻ സന്നദ്ധമാകണം. കഴിഞ്ഞ 7 വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഭൗതിക അന്തരീക്ഷം മാറ്റിയെടുക്കാൻ വേണ്ടി ഏകദേശം 3800 കോടി രൂപയാണ് ചെലവഴിച്ചതെന്ന് അറിയുമ്പോഴാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് എത്രമാത്രം താല്പര്യമെടുത്തു എന്ന് മനസ്സിലാകുന്നത്. കഴിഞ്ഞ 7 വർഷമായി പൊതുവിദ്യാഭ്യാസ രംഗത്തെ മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിവരുന്നത്. അതിലൂടെ വമ്പിച്ച മാറ്റവും പുരോഗതിയും ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഭൌതിക സാഹചര്യം മെച്ചപ്പെട്ടതിനാൽ പഠന നിലവാരവും ഉയർന്നതായി മന്ത്രി ചൂണ്ടിക്കാട്ടി. KV സുമേഷ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ S. ചന്ദ്രശേഖർ, മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ സൺഷെയ്ഡ് തകർന്ന് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. അപകടം തളിപ്പറമ്പ് കുറുമാത്തൂരിൽ. മരിച്ചത് അസം സ്വദേശി റാക്കിമുള്ള. ഇരിട്ടി വള്ളിത്തോട് പുഴയിൽ കാണാതായ ആറളം ഫാം സ്വദേശിയുടെ മൃതദേഹവും കണ്ടെത്തി. സാർവജനിക ഗണേശോത്സവം, വിഗ്രഹനിമഞ്ജന ഘോഷയാത്രയുമായി വിവിധ ഗണേശ സേവാ സംഘടനകൾ. തോട്ടട അമ്മൂപ്പറമ്പിൽ ഗണപതി ഹോമവും ഗ്രാമപ്രദക്ഷിണവും. റേഷൻ കടകളുടെ കാലന്മാരായി കേന്ദ്ര കേരള സർക്കാരുകൾ മാറിയെന്ന് KPCC അംഗം ചന്ദ്രൻ തില്ലങ്കേരി. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് സായാഹ്ന ധർണയുമായി കോൺഗ്രസ് മുണ്ടേരി മണ്ഡലം കമ്മിറ്റി. ജിമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 1 കിലോ സ്വർണം 1 പവൻ വീതം 125 പേർക്കും 5 മാരുതി ഇഗ്നിസ് കാറുകളും സമ്മാനമായി നേടൂ. ഗോപു നന്ദില ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. കേരളത്തിന്റെ പ്രദർശന ചരിത്രത്തിൽ മാണിക്യക്കല്ലുപോലെ തിളങ്ങുന്ന കണ്ണൂരിന്റെ മണ്ണിൽ പുതുചരിത്രം രചിക്കാൻ DJ അമ്യൂസ്മെന്റ് അവതരിപ്പിക്കുന്ന ഓണം ഫെയർ ടൈറ്റാനിക് എക്സിബിഷൻ. അനശ്വര പ്രണയത്തിന്റെ അടയാളമായ ടൈറ്റാനിക് കപ്പലിന്റെ നേർപകുതിയിൽ പടുകൂറ്റൻ പ്രവേശന കവാടം. കാഴ്ചക്കാരെ അമ്പരിപ്പിക്കാൻ പ്രണയിനികളുടെ നിശ്ചല ഛായാചിത്രത്തോടെ ടൈറ്റാനിക് കപ്പലിന്റെ മുകൾ പരപ്പ്. അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാര വിപണന സ്റ്റാളുകൾ. ഇന്ത്യൻ പ്രദർശന ചരിത്രത്തിലെ കുലപതികളായ DJ അമ്യൂസ്മെന്റ്. നോഹയുടെ പേടകത്തിനും ലണ്ടൻ ബ്രിഡ്ജിനും ശേഷം കണ്ണൂരിലെ ജനതയെ പരിചയപ്പെടുത്തുന്ന അത്ഭുത ലോകം. പ്രദർശനം ആഗസ്റ്റ് 11 മുതൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ. പ്രദർശന സമയം 11 മണി മുതൽ രാത്രി 9:30 വരെ. കേട്ടറിഞ്ഞ ടൈറ്റാനിക് ഇനി നിങ്ങൾക്ക് മുന്നിൽ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്, ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക്, ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ.
ഓണക്കാലത്തെ വരവേൽക്കാൻ സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ പൊന്നോണം. ഓണത്തിനൊരുങ്ങാം കുടുംബസമേതം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. മികച്ച വസ്ത്രവിസ്മയങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എല്ലാ ഷോറൂമുകളിലും ദിവസേന നറുക്കെടുപ്പ്, ദിവസേന സമ്മാനം. നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ. ഒപ്പം നേടാം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ലേഡീസ് വെയറുകൾ 199 രൂപ മുതൽ, സാരികൾ 199 രൂപ മുതൽ, കിഡ്സ് വെയറുകൾ 145 രൂപ മുതൽ, ജെന്റ്സ് വെയറുകൾ 199 രൂപ മുതൽ. ഈ പൊന്നോണം ആഘോഷമാക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. നിയർ സിറ്റി സെന്റർ, ഇരിട്ടി. എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകളിലേക്ക്. അമ്മുപറമ്പ് ശ്രീ ഗണേശ സേവാ സംഘം സാർവജനിക ഗണേശോത്സവം സംഘടിപ്പിച്ചു. രാവിലെ നടന്ന ഗണപതി ഹോമത്തിനു ശേഷം ഗ്രാമപ്രദക്ഷിണം നടത്തി. പയ്യാമ്പലത്തേക്ക് നടന്ന വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. അമ്മുപറമ്പ് ഗണേശ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ഗണേശ നിമജ്ജന ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യക്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 9 മണിയോടുകൂടി ഗ്രാമപ്രദക്ഷിണം, വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഗ്രാമപ്രദക്ഷിണം ഉണ്ടാവും. അതിനുശേഷം 3 മണിക്ക് ഇവിടെ നിന്ന് വിഗ്രഹം വഹിച്ചുകൊണ്ട് പയ്യാമ്പലത്തേക്ക് പോവുകയും അവിടെ നിമജ്ജനത്തിന്റെ കർമ്മങ്ങൾ നടക്കുകയും. മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണേശ വിഗ്രഹം അലങ്കരിച്ചിരുത്തി പൂജകൾ, ഹോമങ്ങൾ എന്നിവ നിർവഹിച്ചതിനു ശേഷം നാമജപ ഘോഷയാത്രയെ നിമജ്ജനം ചെയ്യുക എന്നതാണ് ഗണേശോത്സവത്തിലെ ആരാധനാരീതി. പരമകാരണത്തിൽ സർവവും ലയിക്കുന്നു എന്നതാണ് വിഗ്രഹ നിമജ്ജന രഹസ്യം. രാവിലെ നടന്ന ഗണപതി ഹോമത്തിന് രൂപേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രസിഡന്റ് നിജിത് ചക്കാട്ടിൽ, സെക്രട്ടറി ഷിജിൽ തുടങ്ങിയവർ ഗ്രാമപ്രദക്ഷിണ ഘോഷയാത്രയ്ക്കും വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയ്ക്കും നേതൃത്വം നൽകി. സാർവജനിക ഗണേശോത്സവത്തിന്റെ ഭാഗമായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര സംഘടിപ്പിച്ചു. കണ്ണൂരിൽ പയ്യാമ്പലം, സിറ്റി, കടപ്പുറം തുടങ്ങി വിവിധ സ്ഥലങ്ങളിലേക്കാണ് വിഗ്രഹ നിമജ്ജനത്തിനായി ഘോഷയാത്രകൾ സംഘടിപ്പിച്ചത്. കണ്ണൂർ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയും ദേശീയ യുവക് സംഘം വായനശാല കാഞ്ഞിരയും ഇടൂഴില്ലം ആയുർവേദ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ കാഞ്ഞിര പ്രദേശത്തെ വയോജനങ്ങൾക്കായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്നു വിതരണവും നടത്തി. 100-ൽ പരം ആൾക്കാർ ഈ ക്യാമ്പിൽ പങ്കെടുത്തു. എല്ലാവർക്കും സൗജന്യ മരുന്നു വിതരണവും നടത്തി. കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. CK പ്രദീപ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർമാരായ ബിജോയ് തയ്യിൽ, മിനി KN, KV അനിത, സീനിയർ ഇടൂഴി ഹോസ്പിറ്റൽ ഓഫീസർ ഡോക്ടർ I ഉമേശൻ നമ്പൂതിരി, VV പുഷ്പരാജൻ, TK പ്രദീപൻ മാസ്റ്റർ, PP സുരേന്ദ്രബാബു, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ VP ധന്യ, വൈസ് പ്രസിഡന്റ് K ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി PLVമാരായ രാകേഷ് PC, സദാശിവൻ, ശ്രീജ കക്കാടൻ, ശ്രീജ V, ഉല്ലാസ് BK, ഷീബ സുമേഷ്, ശൈലജ TV തുടങ്ങിയവർ നേതൃത്വം നൽകി. രമേശ് ചെന്നിത്തലയ്ക്ക് അർഹതപ്പെട്ട സ്ഥാനം കിട്ടിയെന്ന് പറയാനാകില്ലെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. എന്നാൽ അതിൽ ചെന്നിത്തലയ്ക്ക് യാതൊരു അതൃപ്തിയുമില്ലെന്ന് തനിക്ക് പറയാനാവുമെന്നും K സുധാകരൻ പറഞ്ഞു. കോൺഗ്രസ് പുനഃസംഘടനാ ലിസ്റ്റിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പരാതിയുമില്ല, ഞങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം രമേശ് ചെന്നിത്തല ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പം പൂർണ്ണമായും പക്ഷേ അദ്ദേഹത്തിന് അർഹതപ്പെട്ട രീതിയിൽ പോസ്റ്റ് കിട്ടിയെന്ന് ചോദിച്ചാൽ കിട്ടിയെന്ന് ഞങ്ങൾ പറയില്ല. പക്ഷേ അതിന് അദ്ദേഹത്തിനകത്ത് അതൃപ്തിയില്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. പിന്നെ പാർട്ടി ചെയ്യാവുന്ന എല്ലാ കാര്യത്തിലും കേരളത്തിന് വേണ്ടത്ര മതിയായ ഒരു റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. കോൺഗ്രസ് പ്രവർത്തക സമിതി പുനഃസംഘടനയെക്കുറിച്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു K സുധാകരൻ. ലിസ്റ്റ് എല്ലാവരുമായും ചർച്ച ചെയ്തുവെന്നും താൻ പറഞ്ഞ പേരുകൾ എല്ലാം ലിസ്റ്റിൽ ഉണ്ടെന്നും സുധാകരൻ പറഞ്ഞു. ഹൈക്കമാൻഡിന്റെ ലിസ്റ്റിൽ ഇടം പിടിച്ച ശശി തരൂർ പ്രവർത്തക സ്ഥാനത്തിന് യോഗ്യനാണെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി സുധാകരൻ പറഞ്ഞു. വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ സൺഷെയ്ഡ് തകർന്ന് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. അപകടം തളിപ്പറമ്പ് കുറുമാത്തൂരിൽ. മരിച്ചത് അസം സ്വദേശി റാക്കിമുള്ള. ഇരിട്ടി വള്ളിത്തോട് പുഴയിൽ കാണാതായ ആറളം ഫാം സ്വദേശിയുടെ മൃതദേഹവും കണ്ടെത്തി. സാർവജനിക ഗണേശോത്സവം, വിഗ്രഹ നിമഞ്ജന ഘോഷയാത്രയുമായി വിവിധ ഗണേശ സേവാ സംഘടനകൾ. തോട്ടട അമ്മൂപ്പറമ്പിൽ ഗണപതി ഹോമവും ഗ്രാമപ്രദക്ഷിണവും. റേഷൻ കടകളുടെ കാലന്മാരായി കേന്ദ്ര കേരള സർക്കാരുകൾ മാറിയെന്ന് KPCC അംഗം ചന്ദ്രൻ തില്ലങ്കേരി. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് സായാഹ്ന ധർണയുമായി കോൺഗ്രസ് മുണ്ടേരി മണ്ഡലം കമ്മിറ്റി. ജിമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 1 കിലോ സ്വർണം 1 പവൻ വീതം 125 പേർക്കും 5 മാരുതി ഇഗ്നിസ് കാറുകളും സമ്മാനമായി നേടൂ. ഗോപു നന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. കേരളത്തിന്റെ പ്രദർശന ചരിത്രത്തിൽ മാണിക്കക്കല്ല് പോലെ തിളങ്ങുന്ന കണ്ണൂരിന്റെ മണ്ണിൽ പുതുചരിത്രം രചിക്കാൻ DJ അമ്യൂസ്മെന്റ് അവതരിപ്പിക്കുന്ന ഓണം ഫെയർ ടൈറ്റാനിക് എക്സിബിഷൻ. അനശ്വര പ്രണയത്തിന്റെ അടയാളമായ ടൈറ്റാനിക് കപ്പലിന്റെ നേർപകുതിയിൽ പടുകൂട്ടൻ പ്രവേശന കവാടം. കാഴ്ചക്കാരെ അമ്പരിപ്പിക്കാൻ പ്രണയിനികളുടെ നിശ്ചല ഛായാചിത്രത്തോടെ ടൈറ്റാനിക് കപ്പലിന്റെ മുകൾ പരപ്പ്. അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാര വിപണന സ്റ്റാളുകൾ. ഇന്ത്യൻ പ്രദർശന ചരിത്രത്തിലെ കുലപതികളായ DJ അമ്യൂസ്മെന്റ്. നോഹയുടെ പേടകത്തിനും ലണ്ടൻ ബ്രിഡ്ജിനും ശേഷം കണ്ണൂരിലെ ജനതയെ പരിചയപ്പെടുത്തുന്ന അത്ഭുത ലോകം. പ്രദർശനം ആഗസ്റ്റ് 11 മുതൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ. പ്രദർശന സമയം 11 മണി മുതൽ രാത്രി 9:30 വരെ. കേട്ടറിഞ്ഞ ടൈറ്റാനിക് ഇനി നിങ്ങൾക്ക് മുന്നിൽ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്, ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക്, ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ.
ഓണക്കാലത്തെ വരവേൽക്കാൻ സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ പൊന്നോണം. ഓണത്തിനൊരുങ്ങാം കുടുംബസമേതം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. മികച്ച വസ്ത്രവിസ്മയങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എല്ലാ ഷോറൂമുകളിലും ദിവസേന നറുക്കെടുപ്പ്, ദിവസേന സമ്മാനം. നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ. ഒപ്പം നേടാം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ലേഡീസ് വെയറുകൾ 199 രൂപ മുതൽ, സാരികൾ 199 രൂപ മുതൽ, കിഡ്സ് വെയറുകൾ 145 രൂപ മുതൽ, ജെന്റ്സ് വെയറുകൾ 199 രൂപ മുതൽ. ഈ പൊന്നോണം ആഘോഷമാക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. നിയർ സിറ്റി സെന്റർ, ഇരിട്ടി. എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകളിലേക്ക്. കണ്ണപുരത്ത് യുവാവ് ട്രെയിനിൽ നിന്നും വീണു മരിച്ചു. പുതിയങ്ങാടി സിദ്ദിഖ് പള്ളിക്ക് സമീപത്തെ PK ഫവാസ് ആണ് കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ട്രെയിനിൽ നിന്ന് വീണു മരിച്ചത്. ഭാര്യ വീടായ മംഗലാപുരത്തു നിന്നും നാട്ടിലേക്ക് വരുന്നതിനിടെ രാത്രിയിലായിരുന്നു അപകടം സംഭവിച്ചത്. പയ്യന്നൂരിലായിരുന്നു ഫവാസിന് ഇറങ്ങേണ്ടിയിരുന്നത്. എന്നാൽ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് അതിന് സാധിച്ചില്ല. പിന്നീട് കണ്ണപുരം ഭാഗത്ത് അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ട്രെയിൻ വേഗത കുറച്ചു പോകുന്നതിനിടെ ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴായിരുന്നു അപകടം നടന്നത്. കണ്ണപുരം പോലീസ് ഇൻക്വസ്റ്റ് നടപടി സ്വീകരിച്ചു. മൃതദേഹം ഇന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും. പുതിയങ്ങാടിലെ അബ്ദുറഹ്മാൻ ഫായിസ ദമ്പതികളുടെ മകനാണ്. ഭാര്യ ഫായിസ, സഹോദരങ്ങൾ ഫാരിസ്, ഫാസില, ഫെമിന. ഓണത്തെ വരവേൽക്കാൻ തളിപ്പറമ്പിൽ ഓണശ്രീ 2023 തുടക്കമായി. കുടുംബശ്രീ ജില്ലാ മിഷനും തളിപ്പറമ്പ് നിയോജക മണ്ഡലം സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണശ്രീ 2023 വില്ലേജ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം മന്ന മദ്രസയ്ക്ക് സമീപം MV ഗോവിന്ദൻ മാസ്റ്റർ MLA നിർവഹിച്ചു. വിദ്യാഭ്യാസ മേഖലയിലും കായിക സാംസ്കാരിക മേഖലയിലും അതുപോലെ തന്നെ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ തലങ്ങളിൽ തളിപ്പറമ്പിൻ്റെ പേര്, പ്രശസ്തി രൂപപ്പെടുത്തിയെടുക്കാൻ ജനപ്രതിനിധികൾക്കും ജനങ്ങൾക്കും ഇവിടെ സാധിച്ചിട്ടുണ്ട്. നമുക്കിനിയും ഏറെ മുന്നോട്ടേക്ക് പോകാൻ കഴിയണം. സെപ്റ്റംബർ 3 വരെ നടക്കുന്ന മേളയിൽ വിവിധ സ്റ്റാളുകൾ, ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ് റൈഡുകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. കുടുംബശ്രീ, ഹോർട്ടികോർപ്പ്, സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലും 2 നഗരസഭകളിലുമായി നടത്തുന്ന പരിപാടിക്ക് കുടുംബശ്രീയാണ് നേതൃത്വം നൽകുന്നത്. കുടുംബശ്രീ സ്റ്റാളുകളോടൊപ്പം സ്വയം സംരംഭകരുടെയും ചെറുകിട വ്യവസായ യൂണിറ്റുകളുടെയും സ്റ്റാളുകളുമുണ്ട്. തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ M. സുജിത് പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ MK ഷബിത, P. റജുല, KN നബീസ ബീബി, PP മുഹമ്മദ് നിസാർ, KP ഖദീജ, വാർഡ് കൌൺസിലർമാരായ കുടിയിൽ സലീം, വത്സരാജൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ രാജി നന്ദകുമാർ, മെമ്പർ സെക്രട്ടറി പ്രദീപൻ, നഗരസഭാ സെക്രട്ടറി KP സുബൈർ, പ്രസ് ഫോറം പ്രസിഡന്റ് MK മനോഹരൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി KS റിയാസ്, വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധി KV മനോഹരൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സാന്ത്വനം കുവൈത്തിന്റെ നേതൃത്വത്തിൽ ആശ്രയം സ്പെഷ്യൽ സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സാന്ത്വനം കുടുംബാംഗങ്ങളും ഒത്തുചേർന്നപ്പോൾ വേറിട്ടൊരു കാഴ്ച അനുഭവമായത് മാറി. ഈ മുഖങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം തന്നെയാണ് ഈ ഓണാഘോഷത്തെ വേറിട്ടതാക്കുന്നത്. മാവേലിയായും പ്രജകളായും അവരങ്ങനെ നിറഞ്ഞാടുകയായിരുന്നു. ഈ കുട്ടികളുടെ ഊർജവും കരുത്തുമായി അധ്യാപകരും രക്ഷിതാക്കളും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇവരൽപ്പം സ്പെഷ്യലാണെന്ന് ഈ ആഘോഷങ്ങൾ കണ്ടാൽ നിങ്ങൾക്കും മനസ്സിലാകും. കാണാം ഓണക്കാഴ്ചകൾ. ഇനി സ്വർണ്ണ വെള്ളി നിരക്ക്.
സ്വർണ്ണവില ഗ്രാമിന് 10 രൂപ കൂടി. ഒരു പവൻ 5420 രൂപ, പവന് 43,360 രൂപ. വെള്ളി 78 രൂപ. അറിയിപ്പ്. മെഡിക്കൽ ക്യാമ്പ്. സായുധ സേനയിലെ വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കുമായി ഓഗസ്റ്റ് 26 രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ മയ്യിൽ GHSSC മെഡിക്കൽ ക്യാമ്പും സ്പർശ ഔട്ട് റീച്ച് പ്രോഗ്രാമും സംഘടിപ്പിക്കുന്നു. കണ്ണൂർ ECHSC പോളിക്ലിനിക്, DSC റെക്കോർഡ്സും DSC പേ അക്കൗണ്ട് ഓഫീസും ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഫോൺ നമ്പർ 9633957105. ജില്ലാ പഞ്ചായത്ത് യോഗം. ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗം ഓഗസ്റ്റ് 25 രാവിലെ 11 മണിക്ക് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ഹാളിൽ ചേരും. ദേവസ്വം പട്ടയ വിചാരണ മാറ്റി. കണ്ണൂർ കളക്ടറേറ്റിൽ നടത്താനിരുന്ന പയ്യന്നൂർ, തളിപ്പറമ്പ് താലൂക്കുകളിലെ ദേവസ്വം പട്ടയങ്ങളുടെ ഓഗസ്റ്റ് 23 വിചാരണ സെപ്റ്റംബർ 20 മാറ്റിയതായി ഡെപ്യൂട്ടി കളക്ടർ RR അറിയിച്ചു. കളക്ടറേറ്റിൽ ഓഗസ്റ്റ് 23, 24 തീയതികളിൽ വിചാരണ നടത്താനിരുന്ന ഇരിട്ടി, തലശ്ശേരി ദേവസ്വം ലാൻഡ് ട്രിബ്യൂണൽ ദേവസ്വം പട്ടയ കേസുകൾ യഥാക്രമം സെപ്റ്റംബർ 14, 15 തീയതികളിലേക്ക് മാറ്റിയതായി DM ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. കേരള വനിതാ കമ്മീഷൻ മെഗാ അദാലത്ത് ഓഗസ്റ്റ് 22 ചൊവ്വാഴ്ച രാവിലെ 10 മുതൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കും. ക്ഷയരോഗ ബോധവൽക്കരണ സ്റ്റിക്കർ ക്യാമ്പയിൻ 24-ന്. ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായി പൊതുജനങ്ങളിൽ ക്ഷയരോഗ ബോധവൽക്കരണം നടത്താൻ ജില്ലയിലെ പ്രൈവറ്റ് ബസ്സുകളിൽ സ്റ്റിക്കർ പതിപ്പിക്കൽ ക്യാമ്പയിൻ ഓഗസ്റ്റ് 24 വ്യാഴം രാവിലെ 10:30 പുതിയ ബസ് സ്റ്റാൻഡിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PT ദിവ്യ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ജില്ലാ TB സെന്റർ, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ്, നാഷണൽ ഹെൽത്ത് മിഷൻ, ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന സംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് കണ്ണൂർ ജില്ലാ ഓഫീസിൽ നിന്നും അംഗത്വമെടുത്ത് 1 വർഷം പൂർത്തിയായി അംശാദായം അടച്ചുവരുന്ന അംഗങ്ങളുടെ മക്കൾക്ക് 2023-24 വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLC പാസ്സായതിനു ശേഷം കേരള സർക്കാരിന്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സിന് ഉപരിപഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് അപേക്ഷാ ഫോറത്തിൽ ഒക്ടോബർ 31 മുമ്പായോ അല്ലെങ്കിൽ കോഴ്സിൽ പ്രവേശനം കിട്ടി 45 ദിവസത്തിനകമോ അപേക്ഷ ബോർഡിന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ സമർപ്പിക്കണം. അപേക്ഷ വിദ്യാർത്ഥി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപന മേലധികാരി സാക്ഷ്യപ്പെടുത്തണം. അപേക്ഷയോടൊപ്പം അംഗത്തിന്റെ അംഗത്വ കാർഡിന്റെ പകർപ്പ്, ക്ഷേമനിധി പാസ്ബുക്കിന്റെ പകർപ്പ്, ആധാർ കാർഡിന്റെ പകർപ്പ്, കുട്ടിയുടെ SSLC ബുക്കിന്റെ പകർപ്പ്, അംഗത്തിന്റെ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഉണ്ടായിരിക്കണം. മെഡിക്കൽ ഓഫീസർ നിയമനം. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ നിയമനം നടത്തുന്നു. ഫിനാൻസ് മാനേജർ ഒഴിവ്. എറണാകുളം ജില്ലയിലെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ മാനേജർ തസ്തികയിൽ ഒരു സ്ഥിരം ഒഴിവുണ്ട്. അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം, CA അല്ലെങ്കിൽ ICW, സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനത്തിൽ ഫിനാൻസ് അക്കൗണ്ട് മേഖലയിൽ 3 വർഷത്തിൽ കുറയാത്ത തൊഴിൽ പരിചയം ഉള്ളവരെയാണ് യോഗ്യതയായി കണക്കാക്കുന്നത്. HR മാനേജർ ഒഴിവ്. എറണാകുളം ജില്ലയിലെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ മാനേജർ തസ്തികയിൽ ഒരു സ്ഥിരം ഒഴിവുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം, അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും MBA, MSW നിയമബിരുദവുമാണ് യോഗ്യത. വിമുക്ത ഭടന്മാർക്കായി മെഡിക്കൽ ക്യാമ്പ്. സായുധ സേനയിലെ വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കുമായി ഓഗസ്റ്റ് 26 മെഡിക്കൽ ക്യാമ്പും സ്പർശ ഔട്ട് റീച്ച് പ്രോഗ്രാമും സംഘടിപ്പിക്കുന്നു. ITI കൗൺസിലിംഗ്. പെരിങ്ങോം ഗവൺമെന്റ് ITI ഈ വർഷത്തെ പ്രവേശനത്തിന്റെ ഭാഗമായി വെൽഡർ ട്രേഡിലേക്കുള്ള കൗൺസിലിംഗ് ITIയിൽ നടക്കും. കണ്ണൂർ ഗവൺമെന്റ് ITIയിലെ ഉപയോഗശൂന്യമായ വിവിധ സാധന സാമഗ്രികൾ സെപ്റ്റംബർ 7 വൈകിട്ട് 3 മണിക്ക് സ്ഥാപനത്തിൽ ലേലം ചെയ്യും. ഫോൺ നമ്പർ 049728358183. കെൽട്രോണിൽ ജേർണലിസം പഠനം. കെൽട്രോൺ നടത്തുന്ന 1 വർഷത്തെ മാധ്യമ പഠനം ബിരുദാനന്തര ബിരുദ ഡിപ്ലോമയുടെ 2023-24 ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രിന്റ് മീഡിയ ജേർണലിസം, ടെലിവിഷൻ ജേർണലിസം, സോഷ്യൽ മീഡിയ ജേർണലിസം, മൊബൈൽ ജേർണലിസം, ഡാറ്റ ജേർണലിസം, ആങ്കറിംഗ്, ന്യൂസ് ക്യാമറ, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയവയിലാണ് പരിശീലനം. വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റും അസിസ്റ്റൻസും നൽകും. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാം. ഉയർന്ന പ്രായപരിധി 30 വയസ്സ്. അപേക്ഷ ഓഗസ്റ്റ് 26 കോഴിക്കോട് കെൽട്രോൺ നോളജ് സെന്ററിൽ ലഭിക്കണം. അപേക്ഷാ ഫോമിനും വിശദ വിവരങ്ങൾക്കും കോഴിക്കോട് കെൽട്രോണുമായി നോളജ് സെന്ററിലേക്ക് ബന്ധപ്പെടുക. 9544988182. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ സൺഷെയ്ഡ് തകർന്ന് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. അപകടം തളിപ്പറമ്പ് കുറുമാത്തൂരിൽ. മരിച്ചത് അസം സ്വദേശി റാക്കിമുള്ള. ഇരിട്ടി വള്ളിത്തോട് പുഴയിൽ കാണാതായ ആറളം ഫാം സ്വദേശിയുടെ മൃതദേഹവും കണ്ടെത്തി. സാർവജനിക ഗണേശോത്സവം, വിഗ്രഹ നിമഞ്ജന ഘോഷയാത്രയുമായി വിവിധ ഗണേശ സേവാ സംഘടനകൾ. തോട്ടട അമ്മൂപ്പറമ്പിൽ ഗണപതി ഹോമവും ഗ്രാമപ്രദക്ഷിണവും. റേഷൻ കടകളുടെ കാലന്മാരായി കേരള സർക്കാരുകൾ മാറിയെന്ന് KPCC അംഗം ചന്ദ്രൻ തില്ലങ്കേരി. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് സായാഹ്ന ധർണയുമായി കോൺഗ്രസ് മുണ്ടേരി മണ്ഡലം കമ്മിറ്റി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.